പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവം. ഒളിവിൽ പോയ അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. എരവിമംഗലത്ത് വീടാക്രമിച്ച പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. ദേശീയപാത ചേറ്റുവയിൽ ടാങ്കർ ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. പാവറട്ടി സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. 2 പേർക്ക് പരിക്ക്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ 3.5 വയസ്സുകാരൻ മരിച്ച സംഭവം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കേരള ബാങ്കിൽ നിന്ന് 16 കോടി രൂപ വായ്പയെടുക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. വായ്പയെടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കെണിയിലേക്ക് തള്ളിവിടുമെന്ന് പ്രതിപക്ഷം. ആളൂർ പൊരുന്നകുന്നിലെ അനധികൃത മദ്യവിൽപ്പന കണ്ടെത്തിയ കോഴി ഫാം പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്തു. സ്ഥലത്ത് കാവൽ ഏർപ്പെടുത്തി. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വാർത്തകൾ വിശദമായി. പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച ലഹരി സംഘം ഒളിവിൽ. പ്രതികളെ തിരിച്ചറിഞ്ഞ പുതുക്കാട് പോലീസ് ഇവരുടെ വീടുകളിൽ അന്വേഷണം നടത്തി. സംഭവശേഷം മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്താണ് സംഘം മുങ്ങിയിരിക്കുന്നത്. പ്രതികളിൽ ചിലർ പ്രായപൂർത്തിയാകാത്തവരാണെന്നും പോലീസ് പറഞ്ഞു. പുലക്കാട്ടുകര സ്വദേശി ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മകളോടൊപ്പം വീടിനു സമീപത്തെ പുഴക്കടവിൽ കുളിക്കാൻ പോയ ബിനു അവിടെ മദ്യപിച്ചിരിക്കുന്ന സംഘത്തെ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. വീട് കയറി ആക്രമിച്ച സംഘം ബിനുവിന്റെ മകളെ അടിച്ച് പരിക്കേൽപ്പിച്ച് 2 കുട്ടികളുടെ സ്വർണമാല കവർന്നിരുന്നു. ഓടി രക്ഷപ്പെട്ട പ്രതികളെ പിന്തുടർന്ന ബിനുവിനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. അതേസമയം ഇരവിമംഗലത്ത് വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 15 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ചിറയത്ത് ഷാജുവിന്റെ വീട്ടിൽ ആക്രമണം നടന്നത്. ദേശീയപാത ചേറ്റുവയിൽ ടാങ്കർ ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാവറട്ടി സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. ചേറ്റുവ ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിന് മുന്നിലായിരുന്നു അപകടം. എടപ്പാൾ ഭാഗത്തേക്ക് ലോഡുമായി പോയിരുന്ന ടാങ്കർ ലോറി കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ മീൻതട്ടിനടുത്ത് നിന്നിരുന്ന അബൂബക്കറിനെ ഇടിച്ചു വീഴ്ത്തി. ഇയാളുടെ ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങിയതായി പറയുന്നു. അബൂബക്കർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബൈക്ക് യാത്രക്കാരനായിരുന്ന അബൂബക്കർ വാഹനം നിർത്തി നിൽക്കുമ്പോഴായിരുന്നു അപകടം. ലോറി മറ്റൊരു കാറിലും 2 ബൈക്കുകളിലും ഇടിച്ചു. സംഭവമറിഞ്ഞ് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 യുവാക്കൾക്ക് പരിക്കേറ്റു. കണ്ണൂർ സ്വദേശികളായ കോനാടിപ്പറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള ഷഹാഫ്, കീല വീട്ടിൽ കുമാർ, കാട്ടാമ്പള്ളി വീട്ടിൽ ഷബീൽ, നെല്ലിക്കപ്പാല വീട്ടിൽ മുസമ്മിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ണൂരിൽ നിന്നും മൂന്നാറിലേക്ക് പോവുകയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ 3.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ആവശ്യപ്പെട്ട് അമ്മയും ബന്ധുക്കളും ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 3.5 വയസ്സുകാരൻ ഹാരോണിന്റെ മരണത്തിൽ നീതി തേടി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ആവശ്യപ്പെട്ടാണ് അമ്മ ഫെൽജയുടെ പിതാവ് ജെയിംസ്, ബന്ധുക്കൾ എന്നിവർ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വുമൺ ജസ്റ്റിസ് സംസ്ഥാന സെക്രട്ടറി സുലൈഖ അസീസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ അജിത് കൊടകര, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ നാസറുദ്ദീൻ, ഭാരത് ജനറൽ കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KC കാർത്തികേയൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. സംഭവം കഴിഞ്ഞ് 46 ദിവസങ്ങളായിട്ടും ആശുപത്രി അധികൃതർ മരണ സർട്ടിഫിക്കറ്റ് പോലും നൽകാൻ തയ്യാറായില്ലെന്നും എന്നാൽ പിന്നീട് ലഭിച്ച മരണ സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ പേര് തെറ്റിയാണ് നൽകിയിരുന്നത് എന്നും ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ആരോഗ്യവകുപ്പും പോലീസും ഉടനടി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കേരള ബാങ്കിൽ നിന്ന് 16 കോടി രൂപ വായ്പയെടുക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് തീരുമാനം. വായ്പ എടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു.
തിരിച്ചടവിനുള്ള പണം കണ്ടെത്തുവാനുള്ള മാർഗം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ.പി. ഉദയൻ ആവശ്യപ്പെട്ടു. ഭരണപക്ഷ കൌൺസിലർ ആർ.വി. ഷെരീഫും ഈ ആവശ്യം ഉന്നയിച്ചു. നഗരസഭാ ചെയർമാനെ മുടിയനായ പുത്രനെന്ന് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വായ്പയെടുക്കുന്നത് വരും കൌൺസിലിനെ കൂടി ബാധ്യതയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുകയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കെ.പി. റഷീദ് ആരോപിച്ചു. കേരള ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ കൌൺസിൽ തുടങ്ങിവെച്ചതാണെന്നും അതിന്റെ തുടർച്ച മാത്രമാണ് ഇതെന്നും ചെയർമാൻ കൃഷ്ണദാസ് അറിയിച്ചു. 3 ഘട്ടങ്ങളിലാണ് നഗരസഭയ്ക്ക് വായ്പ ലഭിക്കുന്നത്. നിർമ്മാണം തുടങ്ങുന്ന മുറയ്ക്ക് ആദ്യ ഗഡുവായി വായ്പയുടെ 20% ലഭിക്കും. പ്രതിപക്ഷം നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും ഗുരുവായൂരിനോട് ചെയ്യുന്ന അനീതിയാണ് ഇതെന്നും ചെയർമാൻ പറഞ്ഞു. 10,000 ലിറ്റർ വിദേശമദ്യവും 2,500 ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്ത ആളൂർ പൊരുന്നകുന്നിലെ കോഴി ഫാം പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്തു. സ്ഥലത്ത് കാവലും ഏർപ്പെടുത്തി. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ബി.ജെ.പി. പ്രാദേശിക നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ ലാലുവിന്റെ ഉടമസ്ഥതയിലാണ് കോഴി ഫാമും രഹസ്യ അറകളുള്ള ഷെഡും. അറകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് 3 മാസം മുൻപാണ് ഇവിടെ എത്തിച്ചതെന്ന് 1-ാം പ്രതി ലാലുവിന്റെ മൊഴി പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പരിസരം പരിശോധിച്ചതിൽ നിന്ന് മുൻപും ഇവിടെ മദ്യവിൽപ്പന നടന്നിട്ടുണ്ട് എന്ന സൂചനയാണ് ലഭിച്ചത്. ഗോഡൌണിൽ നിന്നും മദ്യം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ജോലിയാണ് അറസ്റ്റിലായ ഇടുക്കി സ്വദേശി ലോറൻസ് ചെയ്തിരുന്നത്. പോണ്ടിച്ചേരിയിൽ നിർമ്മിക്കുന്ന ക്യൂൻസ് സ്പെഷ്യൽ ബ്രാൻഡിയും വൈൽഡ് ഹോഴ്സ് റമ്മും ഏത് ബാറുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ ചേനങ്കരി പാടശേഖരത്തിലെ മോട്ടോർ ഷെഡിന്റെ പൂട്ട് തകർത്ത് മോട്ടോറും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ചു. മേഖലയിലെ മോട്ടോർ ഷെഡുകളിൽ നിന്ന് മോഷണം പതിവായിട്ടും അന്തിക്കാട് പോലീസ് കാര്യക്ഷമമായ നടപടി എടുക്കുന്നില്ലെന്ന ആക്ഷേപം. ബുധനാഴ്ച രാവിലെ മോട്ടോർ പ്രവർത്തിപ്പിക്കാനെത്തിയ ഡ്രൈവറാണ് ഷെഡിന്റെ പൂട്ട് തകർന്ന നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പടവ് കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ മോട്ടോറും അനുബന്ധ സാമഗ്രികളും മോഷണം പോയതായി മനസ്സിലായി. 50,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത്. കൊയ്ത്തെടുത്തതിനാൽ കൊയ്ത്തുയന്ത്രം ഇറക്കാൻ പാടത്തെ വെള്ളം വറ്റിച്ച് നിലം ഉണക്കേണ്ടതിനാൽ മോട്ടോർ മോഷണം പോയത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മേഖലയിലെ പുള്ള്, ചെറുക്കോൾ, പുറത്തൂർ, ജയന്തി തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിന്ന് ചെമ്പുകമ്പിയും മറ്റും മോഷണം പോയ സംഭവങ്ങളുണ്ടായിട്ടും പോലീസിന്റെ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും കഞ്ചാവ്, മയക്കുമരുന്ന് സംഘങ്ങളുടെ വിഹാരരംഗമായ ഇവിടത്തെ ബണ്ട് റോഡുകളിൽ പോലീസ് നിരീക്ഷണം നടത്തുന്നില്ലെന്ന ആക്ഷേപവും വ്യാപകമായിരിക്കുകയാണ്. മോട്ടോർ മോഷണം പോയ സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പടവ് കമ്മിറ്റി കൺവീനർ സി.കെ. മോഹൻദാസ് പരാതി നൽകിയതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ടി.സി.വി. ന്യൂസ്, തൃശൂർ. പാമ്പാടി ഐവർമഠം പൊതുശ്മശാനത്തിൽ കളിയാട്ടം നടന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കളിയാട്ടം നടന്നത്. ചുടലഭദ്രകാളി തെയ്യം, പൊട്ടൻ തെയ്യം, ഗുളികൻ തിറ തുടങ്ങിയവ നിളാതീരത്തെ ശ്മശാന ഭൂമിയിൽ നിറഞ്ഞാടി. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അനീഷ് പെരുമലയന്റെ നേതൃത്വത്തിലാണ് തെയ്യം ചടങ്ങുകൾ നടന്നത്. ഒറ്റപ്പാലം എം.എൽ.എ. കെ. പ്രേംകുമാർ തെയ്യം ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. അഷ്റഫ്, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. പത്മജ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ.പി. ശ്രീജയൻ, സിന്ധു സുരേഷ്, ആശാദേവി, കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ.വി. അജയകുമാർ, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി.ആർ. അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. അർദ്ധരാത്രിയിൽ ശ്മശാനഭൂമിയിൽ നിറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങളെ കാണുന്നതിനായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. ഗുരുവായൂരിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് 2.25 പവൻ കവർന്നു. എരുകുളം ബസാറിൽ കാണംകോട്ട് പരേതനായ ഗോപാലന്റെ ഭാര്യ പ്രസന്നകുമാരിയുടെ സ്വർണ്ണ താലിമാലയാണ് കവർന്നത്. വീടിന് പുറത്തുള്ള കുളിമുറിയിൽ കുളിക്കുന്നതിനു വേണ്ടി വീടിന്റെ വാതിൽ പുറത്തുനിന്ന് അടച്ചിരുന്നു. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് പാത്രത്തിൽ അടച്ചു സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി കണ്ടത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുറത്ത് ഞാൻ ഈ ബാത്റൂം മറം വന്ന് തുടയ്ക്കാണ്. അതിന് പുറത്ത് ഒന്ന് കുറ്റിയിട്ടിട്ടേ ഞാൻ തുട കഴിഞ്ഞാൽ പിന്നെ കുളിക്കുക, അമ്പലത്തിൽ പോവലാണ്. അപ്പൊ മേശപ്പുറത്ത് ഈ ഒരു അടക്കലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുളി കഴിഞ്ഞു പൂജാമുറി കയറി വിളക്ക് വെച്ച്
ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് മാലപ്പാത്രം നോക്കുന്നുണ്ട്. അതിനാണ് എവിടെയും ചെടി കൊണ്ട് ചെന്ന് വെച്ചിട്ട് ഞാൻ ആകെ തരുന്നു. രാവിലെ ഞാൻ കൊണ്ട് ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതപ്പോൾ കാണാനുമില്ല. പോകും എനിക്ക് പോവാൻ അല്ല. അപ്പോൾ അമ്പലം ഗുരു. കൊമ്പഴയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മളിയക്കൽ ശ്യാം പീറ്ററിന്റെ പറമ്പിലാണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. 15ഓളം വാഴകൾ നശിപ്പിച്ചു. ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങാതിരിക്കുവാൻ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു എങ്കിലും 1 മാസമായി അത് പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടാന ശല്യം പ്രദേശവാസികൾ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ ഡിവൈഎഫ്ഐ നേതാവ് KU ബിജു വധക്കേസിൽ കോടതി വെറുതെ വിട്ട BJP നേതാവിനോടൊപ്പം CPM ഏരിയ സെക്രട്ടറിയും നഗരസഭാ ചെയർപേഴ്സണും വേദി പങ്കിട്ടത് പാർട്ടിക്ക് തലവേദനയായി മാറുന്നു. ബിജു വധക്കേസിൽ ഇക്കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി വെറുതെ വിട്ട BJP മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാറിനോടൊപ്പം CPM ഏരിയ സെക്രട്ടറി KR ജൈത്രനും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയുമാണ് സിനിമാ തിയേറ്റർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ CPM നേതൃത്വത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് എതിർപ്പിന്റെ മുൻനിരയിൽ ഉള്ളത് എന്നത് CPM നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. KU ബിജുവിന്റെ കൊലപാതക കേസ് പാർട്ടി നേതൃത്വം വേണ്ടത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്തില്ലെന്നും തെളിവുകൾ ഹാജരാക്കുന്നതിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പരാജയപ്പെട്ടുവെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നതിനിടയിലാണ് പാർട്ടി ശത്രുവുമായി വേദി പങ്കിട്ട സംഭവം ഉണ്ടായത്. ചേർപ്പ് വലിയ ചേനത്ത് വീടിന് തീപിടിച്ചു. പടിഞ്ഞാറ പെരുമ്പള്ളിശ്ശേരി ബിജുവിന്റെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഓടിട്ട് 2 നില വീടാണ് തീപിടിച്ചത്. അടുക്കള ഭാഗത്തു നിന്നും മച്ചിലേക്ക് കയറുന്ന കോണിയും മരം കൊണ്ടുള്ള കോണിമുറിയും കത്തിനശിച്ചു. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീയണച്ചത്. കാഞ്ഞാണി കോൾപ്പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ പിന്തുണയോടെ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കൃഷി ഇറക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കർഷകർ രംഗത്ത്. അന്തിക്കാട് പാടശേഖര സമിതിയിലെ അംഗങ്ങളായ സുനിൽ വാലപ്പറമ്പിൽ, KV ശൈലേന്ദ്രനാഥ് എന്നിവരുടെ 12.5 ഏക്കർ നിലത്തിലെ കൃഷിയിറക്കലാണ് തടസ്സപ്പെടുത്തിയത്. മണലൂർ കൃഷി ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സമിതി നടത്തുന്ന കർഷക ദ്രോഹത്തിന് അന്തിക്കാട് ADAയുടെയും മണലൂർ കൃഷി ഓഫീസിൽ നിന്നുള്ള സഹായവും ഉണ്ടെന്നാണ് ആക്ഷേപം. ഉഴവിനും നടീലിനും അടക്കമുള്ള മുഴുവൻ തുകയും 1 മാസം മുൻപ് കൃഷി അസിസ്റ്റന്റിന്റെ സാന്നിധ്യത്തിൽ അയച്ചു കൊടുത്തിട്ടും അനാവശ്യ ന്യായങ്ങൾ പറഞ്ഞ് നടീൽ നടത്താതെ ദ്രോഹിക്കുകയാണെന്ന് ഇരുവരും ആരോപിച്ചു. KLDC ഉദ്യോഗസ്ഥരുടെയും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെയും നിർദ്ദേശപ്രകാരം പുനഃസ്ഥാപിച്ച റാമ്പ് വീണ്ടും പടവ് സമിതി പൊളിച്ചു മാറ്റി. ഇതുമൂലം കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുൻമന്ത്രി C രവീന്ദ്രനാഥിന്റെ സഹോദരൻ മരിച്ചു. പാലിയേക്കര ലക്ഷ്മി വിലാസത്തിൽ 61 വയസ്സുള്ള മുകുന്ദൻ ഉണ്ണിയാണ് മരിച്ചത്. കഴിഞ്ഞ 19-ന് നടത്തറയിൽ നടന്നു പോകുന്നതിനിടെ മുകുന്ദൻ ഉണ്ണിയെ മിനി വാൻ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കേച്ചേരി പന്നിത്തടം അക്കിക്കാവ് റോഡ് നിർമ്മാണം ജനുവരി 15-ന് ആരംഭിക്കും. AC മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന കുന്നംകുളം മണ്ഡലം പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗത്തിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തീരുമാനമായത്. യോഗത്തിൽ എരുമപ്പെട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം മാർച്ച് 31-നകം പൂർത്തീകരിക്കാനും വേലൂർ എരുമപ്പെട്ടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആലുങ്കൽ പാലം നിർമ്മാണത്തിന് സാങ്കേതികാനുമതി ലഭ്യമാക്കുന്നതിന് മുൻപ് സർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും തീരുമാനമായി. കുന്നംകുളം ജംഗ്ഷൻ വികസനം, കുന്നംകുളം റിംഗ് റോഡ്, കേച്ചേരി അക്കിക്കാവ് റിംഗ് റോഡുകളുടെ സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ വേഗത്തിലാക്കാനും അടിയന്തരമായി റവന്യൂ KRFB അധികൃതരുമായി പ്രത്യേക യോഗം ചേരുവാനും തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമനയൂർ തങ്ങൾപടിയിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ മോഷ്ടിച്ച പ്രതികളെ ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. ചാവക്കാട് സ്വദേശി കുരിക്കിലകത്ത് അൽത്താഫ്, കോട്ടപ്പടി സ്വദേശി മുണ്ടാശ്ശേരി വീട്ടിൽ വിനീത്, തിരുവത്ര സ്വദേശി അരുവല്ലി വീട്ടിൽ അനിൽകുമാർ, പെരിന്തൽമണ്ണ സ്വദേശി കപ്പൂർ വീട്ടിൽ അബ്ദുൽ നജീബ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 22-ന് പുലർച്ചെയാണ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ മോഷണം പോയത്. നിരവധി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച വാഹനങ്ങൾ പൊള്ളാച്ചിയിലേക്ക് എത്തിച്ച് പൊളിക്കുകയാണ് സംഘത്തിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ സജീവൻ, ASI മണികണ്ഠൻ, CPOമാരായ ഹംദ്, വിനോദ്, നൌഫൽ, സാഗോഗ് ടീം അംഗങ്ങളായ പ്രദീപ്, സജിചന്ദ്രൻ, സിംസൺ, അരുൺ, സുനീപ്, ശ്രീജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
മാള വലിയ പറമ്പിൽ MCF സ്ഥാപിക്കാനുള്ള മാള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ ധർണ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A അഷ്റഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. AC ചന്ദ്രൻ അധ്യക്ഷനായി. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയകുമാർ, BJP മണ്ഡലം സെക്രട്ടറി AR അനിൽകുമാർ, പഞ്ചായത്ത് അംഗം അമ്പിളി സജീവ് എന്നിവർ സംസാരിച്ചു. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് കണ്ണൻ കളഭത്തിൽ ആറാടി. കളഭത്തിൽ ആറാടിയ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭക്തസഹസ്രങ്ങളാണ് എത്തിയത്. പഞ്ചഗവ്യാഭിഷേകത്തോടെ എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലെ കളഭാട്ടം അതിവിശിഷ്ടവും പുണ്യപ്രസിദ്ധിയാർജിച്ചതുമാണ്. കീഴ്ശാന്തി നമ്പൂതിരിമാർ പ്രത്യേകം തയ്യാറാക്കി കുംഭത്തിലാക്കിയ കളഭം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപൂരിതമാക്കി. പിന്നീട് ഉച്ചപൂജയ്ക്ക് മുൻപ് ആദ്യം ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തി. തുടർന്നായിരുന്നു കളഭാഭിഷേകം. പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രപുരസ്സരം ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്തു. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ വ്യാഴാഴ്ച നിർമാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. കളഭാഭിഷേകത്തോടെ ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് സമാപനമായി. ചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവൻ സ്മാരക ചലച്ചിത്ര പുരസ്കാര വിതരണവും മുഹമ്മദ് അലി ആദം, PK ശിവദാസ് എന്നിവരുടെ അനുസ്മരണവും വെള്ളി ശനി ദിവസങ്ങളിൽ അന്നമനടയിൽ നടക്കും. മോഹൻ രാഘവന്റെ പേരിൽ അന്നമനട ഓഫ് സ്റ്റേജ് നൽകുന്ന പുരസ്കാരം നിഷിഡോയുടെ സംവിധായിക താര രാമാനുജയ്ക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും അന്തരിച്ച ചിത്രകാരൻ മുഹമ്മദ് അലി ആദം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. TK സതീശൻ, VV ജയരാമൻ, PT വിൽസൺ, ഹാഷിം സാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുരിയാട് പഞ്ചായത്തിൽ 100 ദിന പരിപാടിയുടെ ഭാഗമായി 6 വാർഡുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലൈഫ് വീടുകളുടെ താക്കോൽദാനം നടന്നു. 4-ാം വാർഡ് പറക്കൂട്ടുകരയിൽ വീടുകളുടെ സമർപ്പണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു. 7-ാം വാർഡ് മുരിയാട് 4 വീടുകളും 2-ാം വാർഡ് ആനന്ദപുരത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 1 വീടിന്റെയും താക്കോൽദാനം നടന്നു. 8-ാം വാർഡ് ചേർപ്പുകുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി താക്കോൽദാന കർമ്മം നിർവഹിച്ചു. വാർഡംഗം നിഖിത അനൂപ് അധ്യക്ഷത വഹിച്ചു. 11-ാം വാർഡ് ഊരകം വെറ്റിലമൂലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽദാനം വൈസ് പ്രസിഡന്റ് രതി ഗോപി നിർവഹിച്ചു. 10-ാം വാർഡ് ഊരകത്ത് 5 വീടുകളുടെയും താക്കോൽദാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ KU വിജയൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ 10-ാം ഉദയം ആഘോഷിച്ചു. മേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. കാഴ്ച ശീവേലിയിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. പഞ്ചവാദ്യത്തിന് അയിലൂർ അനന്തനാരായണനും പാണ്ടിമേളത്തിന് കൊടകര ഉണ്ണിയും പ്രാമാണികരായി. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം നാദസ്വരം അരങ്ങേറി. ക്ഷേത്ര മേൽശാന്തി MR ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ PV രഘുനാഥ്, OK ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ, ദേവസ്വം ഓഫീസർ PK അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് നടത്തി. കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിൽ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് നടത്തിയത്. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ K ഗോപാലകൃഷ്ണൻ, കല്ലൂർ ബാബു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടന്ന ഓക്സിലറി ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വൈസ് ചെയർപേഴ്സൺ ലത ഹരിദാസ്, CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാള ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് കൊടിയിറങ്ങി. കൊടിയിറക്കത്തിനും ആറാട്ടിനും തന്ത്രിമാരായ താമരശ്ശേരി മേയ്ക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരി, അമ്പഴക്കാട്ട് മേയ്ക്കാട്ട് രാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ആറാട്ടിന് ശേഷം പഞ്ചവാദ്യത്തോടെ തിരുച്ചെഴുന്നള്ളത്ത്, തിരുവാതിര സദ്യ എന്നിവ നടന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിൽ ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് സംഘടിപ്പിച്ചു. ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ VP ഷിൻഡോ അധ്യക്ഷത വഹിച്ചു.
കോളേജിലെ മുൻ NSS വോളണ്ടിയറും മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനുമായ പ്രവീൺ M. കുമാർ ക്ലാസ് നയിച്ചു. ജാതി സെൻസസിനെതിരെ ഉയരുന്ന എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന രീതിയിൽ ജനകീയ പ്രതിഷേധങ്ങളെ വളർത്തിക്കൊണ്ടുവരുമെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. മാപ്രാണം PK ചാത്തൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന ജില്ലാ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപാധ്യക്ഷൻ PN സുരൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് PA അജയ് ഘോഷ്, ശശി കൊരട്ടി, TK സുബ്രൻ, KP ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല കടപ്പുറത്ത് ചൂളമരങ്ങളും പുൽക്കാടുകളും കത്തിനശിച്ചു. രാജീവ് റോഡിന് തെക്ക് വശത്താണ് ബുധനാഴ്ച വൈകിട്ട് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരാണ് തീ കത്തുന്നത് കണ്ടത്. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഏകദേശം 200 മീറ്ററോളം ഭാഗത്തെ കാടാണ് കത്തിനശിച്ചത്. അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങിണിശ്ശേരിയിൽ സൗജന്യ സേവന പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ KR പ്രദീപൻ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, C ചന്ദ്രബാബു, ഡോക്ടർ P ഭാനുമതി, K അരവിന്ദാക്ഷൻ, സുനിൽ സുഖദ, ജോർജ് D ദാസ് എന്നിവർ സംസാരിച്ചു. ചൂരക്കോട്ടുകാവ് ആൽത്തറക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ 5ാമത് തിരുവാതിരക്കളി മഹോത്സവം സംഘടിപ്പിച്ചു. ചൂരക്കോട്ടുകാവ് ക്ഷേത്രമൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് തിരുവാതിരക്കളി മഹോത്സവം അരങ്ങേറിയത്. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, തൃശൂർ താലൂക്ക് തഹസീൽദാർ T ജയശ്രീ, പേരാമംഗലം CI അശോക് കുമാർ V, ദേവസ്വം ഓഫീസർ A രജനി എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം സ്റ്റാഫ് അംഗങ്ങളുടെ തിരുവാതിരക്കളി സംഘം ഉൾപ്പെടെ 16 സംഘങ്ങൾ പങ്കെടുത്തു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. തിരുവാതിര മണ്ഡപത്തിൽ ദീപം തെളിയിച്ച ശേഷം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സ്, സമാദരണം, അക്ഷരശ്ലോക സദസ്സ്, തിരുവാതിരക്കളി തുടങ്ങിയവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ C ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത്, K സുകുമാരൻ, A സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ബ്രഹ്മകുളം പാലയ്ക്കൽ മുത്തി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. ഉച്ചപൂജയ്ക്ക് ശേഷം പൂമൂടൽ, ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ മേളം എന്നിവ നടന്നു. വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തി. സന്ധ്യയ്ക്ക് ദീപാരാധന, കേളി, ട്രിപ്പിൾ തായമ്പക എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ CB ഗിരിജൻ, സുമേഷ് വല്ലാശ്ശേരി, ശ്രീനിവാസൻ മണിയന്ത്ര, മോഹനൻ നീർത്താട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പുലക്കാട്ടുകരയിൽ യുവാവിനെ നടുറോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവം, ഒളിവിൽ പോയ അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. എരവിമംഗലത്ത് വീട് ആക്രമിച്ച പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. ദേശീയപാത ചേറ്റുവയിൽ ടാങ്കർ ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാവറട്ടി സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. 2 പേർക്ക് പരിക്ക്. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ 3.5 വയസ്സുകാരൻ മരിച്ച സംഭവം, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കേരള ബാങ്കിൽ നിന്ന് 16 കോടി രൂപ വായ്പയെടുക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. വായ്പയെടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കെണിയിലേക്ക് തള്ളിവിടുമെന്ന് പ്രതിപക്ഷം. ആളൂർ പൊരുന്നകുന്നിലെ അനധികൃത മദ്യവിൽപ്പന കണ്ടെത്തിയ കോഴി ഫാം പോലീസ് അടച്ചുപൂട്ടി സീൽ ചെയ്തു. സ്ഥലത്ത് കാവൽ ഏർപ്പെടുത്തി. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.